നെതർലൻഡ്സ് ആർക്കൊപ്പമാണ് നിലകൊള്ളുന്നത് പ്രീതെ? നെതർലൻഡ്സ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ കഴിഞ്ഞ സംസാരത്തിനിടെ പറഞ്ഞു. നെതർലൻഡ്സിൽ പോയി ഒരു മാധ്യമപ്രവർത്തകൻ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിനോട് ഒരു ചോദ്യം ചോദിച്ചു. അമേരിക്ക ഈ വിഷയത്തിൽ എവിടെയായിരുന്നു? അദ്ദേഹം ഒരു കുറിക്ക് കൊള്ളുന്ന മറുപടി കൊടുത്തു. അമേരിക്ക അവിടെ തന്നെയുണ്ട്, വേറെ എങ്ങും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് പെട്ടെന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ഓർമ്മ വന്നത്. നെതർലാൻഡ്സിൽ എന്ന് പറയുമ്പോൾ 3 രാജ്യങ്ങളിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഉള്ള യാത്രയിലാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രി ഉള്ളത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം നെതർലൻഡ്സിലേക്ക് എത്തിയത്. 6 ദിവസത്തെ യാത്രയാണ് അദ്ദേഹത്തിനുള്ളത്. നെതർലൻഡ്സിന് എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചൈനയ്ക്ക് സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമാണ് നെതർലൻഡ്സ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സത്യത്തിൽ. ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടി. ശരിയാണ്, എനിക്ക് കേൾക്കുമ്പോൾ അതെ, നെതർലൻഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത് എങ്ങനെ കണക്ഷൻ വന്നു എന്നുള്ളതൊക്കെ. തുർക്കിക്ക് മുസ്ലിം സ്നേഹമാണെന്ന് പറയാം. അതെ, ഈ ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടാകുമ്പോൾ പലതും അങ്ങനെ ഉണ്ടാവും. ചില വിഷയങ്ങൾ നടക്കുമ്പോഴാണ് ചിലതിലേക്കൊക്കെ നമ്മൾ ചില രാജ്യങ്ങളുടെ പേര് പാകിസ്ഥാനോട് ആവുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും അതിശയം ഉണ്ടായി. തുർക്കിയുടെ കാര്യം തന്നെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് തോന്നി. അതെ അതെ. അപ്പോൾ അത്തരത്തിൽ പല എന്താ പറയുക വാണിജ്യ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ അറിയുമ്പോഴാണ്, കൂടുതൽ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇങ്ങനെയൊക്കെയെന്ന് നമ്മൾ കണക്ഷൻസ് അതെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നത്. എന്തായാലും പാക് സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന 3ാമത്തെ രാജ്യമാണ്. 1ാമത്തേത് പതിവ് പോലെ ചൈന തന്നെയാണ്. 2ാമത്തേത് നെതർലൻഡ്സ് ആണ്. ഇതേ നെതർലൻഡ്സുമായിട്ട് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു ഇന്ത്യയുടെ ഒരു വ്യാപാര പങ്കാളി കൂടിയാണ്. വലിയ രീതിയിലുള്ള വ്യാപാര പങ്കാളി കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരേ സമയം ഇന്ത്യയുടെ വ്യാപാര പങ്കാളിയുമാണ് പാകിസ്ഥാന്റെ 3ാമത്തെ അതായത് പാക് സൈന്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്ന 3ാമത്തെ രാജ്യവുമാണ്, സഹായം കൊടുക്കുന്ന രാജ്യമാണ്. അതെ. അപ്പോ നെതർലൻഡ്സിന്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞ് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്ക് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. തുർക്കി കാണിച്ചതുപോലുള്ള നിലപാടാണ് ഇന്ത്യയോട് നെതർലൻഡ്സ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ, തുർക്കിയോട് ഇന്ത്യ എന്താണോ ചെയ്തത്, എന്ത് നിലപാടാണോ എടുത്തത്, അതേ നിലപാട് തന്നെ നെതർലൻഡ്സിനോടും എടുക്കും. വ്യാപാരം വേറെ, ഭീകരത വേറെ, രാജ്യത്തിന്റെ നിലപാട് ഇത് വേറെയാണ്. അപ്പോൾ ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്ക് എല്ലാ കാലത്തും ഒരൊറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് വ്യക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി നെതർലൻഡ്സിൽ പോയതും. അതായത് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ, അവർക്കറിയില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. കോടികൾ കിട്ടുന്ന കച്ചവടമാണ് ഉണ്ടെങ്കിൽ പോലും തീവ്രവാദ ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലെ, കോടികളുടെ ലാഭമുണ്ടെന്ന് കരുതി നമുക്ക് അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതാണ് അദ്ദേഹം നെതർലൻഡ്സിൽ ഇരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തകന് കൊടുത്ത മറുപടിയിലും ഇക്കാര്യങ്ങൾ അമേരിക്കയെ സംബന്ധിച്ചും പറഞ്ഞത് അത് തന്നെയാണ്. പറഞ്ഞത്. അപ്പോ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ വിദേശകാര്യ മന്ത്രി നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണ്. അത് നെതർലൻഡ്സിൽ നിന്നാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ ഈ കുൽസിത പ്രവർത്തനങ്ങൾ, അതെ, അപ്പൊ ആയുധ സംവിധാനങ്ങൾ, അതിനുള്ള പ്ലാറ്റ്ഫോമുകൾ, സൈനിക സാങ്കേതിക വിദ്യകൾ ഒക്കെയും നൽകരുത് എന്നുള്ളത് നെതർലൻഡ്സിനോട് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നെതർലൻഡ്സ് 2 ആൾമാർ ക്ലാസ് മൈൻ കൗണ്ടർ മെഷേഴ്സ് വെസലുകൾ അഥവാ മൈൻ ഹണ്ടറുകൾ പാകിസ്ഥാന് വിതരണം ചെയ്തിട്ടുണ്ട്. 2 എണ്ണം. ഇത് നിർമ്മിച്ചത് ആൽബ്ലാസെർഡാമിലെ വാൻഡർ ഗീസൻ ഗി നൂഡ് കപ്പൽശാലയിലാണ്. വല്ലാത്തൊരു പേരാണ്, വായിൽ ഒതുങ്ങില്ല. അപ്പോൾ കൂടാതെ ഡാമൻ കപ്പൽശാലകളിൽ നിന്ന് 1900 ടൺ മൾട്ടി റോൾ ഓഫ് ഷോർ പട്രോളിംഗ് വെസലുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതേസമയം തന്നെ പഹൽഗാം അറ്റാക്കിനെ നെതർലൻഡ്സ് അപലപിക്കുകയും ചെയ്തു. ഈ അപലപിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്, അതൊരു ചടങ്ങാണ്. അയ്യോ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചോ, പോട്ടെ എന്ന് പറയുന്നത് പോലെ അത്രയേ ഉള്ളൂ. പക്ഷേ അപ്പോഴും നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് നെതർലാൻഡ്സും പാക്കും തമ്മിലുള്ള ഈ ഒരു ബന്ധമുണ്ടല്ലോ, ആയുധ കച്ചവടമൊക്കെ ആയിട്ടുള്ള ബന്ധം, ആ ബന്ധം വിച്ഛേദിക്കാൻ എന്താണ് ഒരു വഴി എന്നുള്ളതാണ് ഇന്ത്യ ആരാഞ്ഞത്.
ആദ്യമേ തന്നെ വെട്ടൊന്നും മുറിരണ്ട് നിലപാടിലേക്കല്ല, നടക്കില്ല. നമ്മൾ നയപരമായ രീതി, രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും. നയപരമായ രീതിയിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ആലോചിച്ചു. അപ്പോൾ പാകിസ്ഥാന് ആയുധം നൽകരുത് എന്ന് നെതർലൻഡ്സിന് മേല് ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയുകയും ചെയ്യും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് 22 ബില്യൺ ഡോളറിൻ്റെ വ്യാപാര പങ്കാളിത്തമാണ് നെതർലൻഡ്സും ഇന്ത്യയും തമ്മിലുള്ളത്. 22 ബില്യൺ ഡോളർ. പാകിസ്ഥാനുമായിട്ട് നെതർലൻഡ്സിന് ഉള്ളത് വെറും 15 ബില്യൺ ഡോളറിൻ്റേത് മാത്രമാണ്. മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ വിപണിയിലെത്താനായിട്ട് നെതർലൻഡ്സ് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഇത്തരത്തിൽ ഗ്രീസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ പറഞ്ഞു. ഗ്രീസിനും നമ്മുടെ ആയുധങ്ങളൊക്കെ വാങ്ങാനുള്ള താല്പര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രത്തോളം നമ്മുടെ ആയുധപുരം അത്ര സജ്ജമാണ്. അതെ, സജ്ജമാണ് എന്ന് മാത്രമല്ല, നമ്മുടെ ആയുധങ്ങളുടെ മികവ്, പ്രതിരോധ സംവിധാനങ്ങളുടെയൊക്കെ മികവ് അത് ലോകം കണ്ടു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോ അവർക്ക് ഇത് വേണമെന്നോ മലയാളത്തിൽ പറയും, അത്രയും മാറ്റ് അല്ലേ? അതെ, അത്രയും മാറ്റുണ്ട്. അപ്പോൾ ഇതില് ഈ നെതർലാൻഡ്സിന്റെ ഈ ആഗ്രഹത്തിന് ഓക്കെ പറയാനായിട്ട് ഇന്ത്യ റെഡിയുമാണ്. പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം. അതെ, അത് വിച്ഛേദിക്കേണ്ടി വരും. പാകിസ്ഥാനുമായിട്ടുള്ള കച്ചവട ബന്ധം എന്ന് പറയുന്നത് തന്നെ അവർക്ക് ഈ ഭീകരർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. ഭീകരർക്ക് വേണ്ടിയിട്ട് പാക് ആർമി എന്ന് പറയുമ്പോഴും അവിടെ നടത്തുന്നത് ഈ ഭീകരത വളർത്തുക എന്നുള്ളത് തന്നെയാണ്. അതെ, അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് സാമ്പത്തിക ശക്തിയിലൂടെ പാകിസ്ഥാനും നെതർലൻഡ്സുമായിട്ടുള്ള ബന്ധം ദുർബലപ്പെടുത്താൻ കഴിയും എന്നുള്ള ഒരു ചിന്തയാണ്. ആ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ അവിടെ എത്തിക്കാനുള്ള ഒരു കാരണം. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ഏതാണ്ട് 75 വർഷത്തിലേറെ പഴക്കമുണ്ട്. അതെ, പാകിസ്ഥാന് ആയുധം നൽകിയിട്ടുണ്ടെങ്കിൽ തുർക്കിക്ക് സമാനമായ നിലപാട് തന്നെയായിരിക്കും. 75 വർഷത്തെ ആയുസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും 22 മില്യൺ ഡോളറിൻ്റെ കച്ചവടം ഉണ്ട് എന്ന് പറഞ്ഞാലും തുർക്കിക്ക് സമാനമായ നിലപാട് തന്നെയേ ഇന്ത്യ എടുക്കുകയുള്ളൂ. എവിടെ? നെതർലൻഡ്സ് പാകിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചില്ലെങ്കിൽ ഇത് തന്നെയാണ് നടക്കുക. ആ ഒരു സ്റ്റാൻഡൊക്കെയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെയൊക്കെ ഇപ്പൊ ജയശങ്കറിൻ്റെയൊക്കെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ചാഞ്ചാടലല്ല. അതാണ് ഈ കോൺഗ്രസ് സർക്കാരിനൊക്കെ പറ്റിയിട്ടുള്ളത്. നമ്മുടെ ആർമിക്ക് പോലും തിരിച്ചടിക്കാൻ അവർക്കൊരു ആർജവം വന്നത്, സ്റ്റേണായ തീരുമാനം, അവരും കുറച്ച് ആർജവത്തോടെ നിന്നത് ഈ ഒരു സർക്കാർ വരും. അത് പല വീഡിയോസുകളുമായിട്ട് അല്ല, ഈ സർക്കാർ ഇപ്പൊ പറഞ്ഞ പോലെ പാക് സർക്കാരിന് പറ്റുന്ന വീഴ്ച അവിടെയാണ്. സൈനികർ ഒരു വശത്തും പൊളിറ്റിക്കൽ സൈഡ് വേറൊരു വശത്തും. അപ്പൊ ഇവിടെ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഇന്ത്യ അങ്ങനെ തന്നെയായിരുന്നു. അതെ, ഈ പറയുന്ന നെതർലാൻഡ്സിന് ചൈനയും തുർക്കിക്കും പാകിസ്ഥാനോടുള്ള ഒരു രാഷ്ട്രീയ ആഭിമുഖ്യം ഉണ്ടല്ലോ, അത് നെതർലൻഡ്സിനില്ല. പാകിസ്ഥാനോട് രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നുമില്ല. കാരണം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകാൻ അവർ ആഗ്രഹിക്കുന്നു ഉണ്ടാകില്ല. കാരണം ഇത്രയും ബില്യൺ ഡോളറിൻ്റെ ഒരു കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഈ പോരാട്ടത്തിൽ നെതർലാൻഡ്സ് ഇന്ത്യക്കൊപ്പം തോളോട് തോൾ ചേർന്ന് തന്നെ പ്രവർത്തിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അത്തരത്തിലൊരു സംഭവം തന്നെയാണ്, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം തന്നെ നെതർലാൻഡ്സിന്റെ പ്രസിഡന്റ് ഡിക് ഷൂഫ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എക്സിൽ കുറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഈ പറയുന്ന ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഈ പാകിസ്ഥാന് ആയുധം സപ്ലൈ ചെയ്യുന്നതിൽ ഈ തുർക്കിയുണ്ട്. അതെ, തുർക്കിയുണ്ടല്ലോ. അപ്പൊ ഈ പറയുന്ന രാജ്യങ്ങളോടുള്ള ആഭിമുഖ്യമൊന്നും തുർക്കിയോടുള്ള രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നും നെതർലൻഡ്സിനില്ല. എന്തായാലും നെതർലൻഡ്സ് നമുക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് തിരികെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് തന്നെ കരുതാം. തിരികെ വരിക അല്ല, അവരുടെ കച്ചവടം ആകെ നമ്മളെക്കാളും കുറച്ചേ ഉള്ളൂ. പിന്നെ എന്ത് താല്പര്യത്തിന്റെ പുറത്ത് അവർ നിൽക്കും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നമുക്ക് അനുകൂലമായി തന്നെ നിൽക്കുമെന്നാണ് കരുതേണ്ടത്.